നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ റീ ഇലക്ഷൻ നടത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മണ്ഡലത്തിൽ 60,000-ഓളം വ്യാജ വോട്ടുകൾ. സുരേഷ് ഗോപിയുടെ മൗനം ദുരൂഹമെന്നും വി ശിവൻകുട്ടി. ഇരട്ട വോട്ട് സംബന്ധിച്ച ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് സുരേഷ് ഗോപി തന്നെയെന്ന് മുൻ MP TN പ്രതാപൻ. സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും TN പ്രതാപൻ. തൃശൂർ കോർപ്പറേഷനിലെ പുതിയ വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടുകൾ വ്യാപകമാണെന്ന പരാതിയുമായി BJPയും രംഗത്ത്. സർവകലാശാലകളിൽ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു. ഗവർണറുടെ നിലപാട് അപലപനീയം. ഭിന്നിപ്പുണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമം അംഗീകരിക്കാനാകില്ല. സർവകലാശാലകളിൽ താക്കോൽ സ്ഥാനങ്ങളിലുള്ള ഗവർണറുടെ കിങ്കരന്മാർ വിഭജന ദിനാചരണത്തിന് മുൻകൈയെടുത്തേക്കാമെന്നും മതേതര ജനാധിപത്യ ദേശീയവാദികൾ വിട്ടുനിൽക്കുമെന്നും മന്ത്രി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സായാഹ്ന OPക്ക് തുടക്കം. ഉച്ചയ്ക്കു ശേഷം ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ അനുഭവപ്പെടാറുള്ള തിരക്കിന് പരിഹാരമാകും. സേവനം ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെ. സായാഹ്ന OP ആരംഭിച്ചത് ഒരു ഡോക്ടറെ കൂടി താൽക്കാലികമായി നിയമിച്ച്. കേരളത്തിൽ 58 റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിട്ടും കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അനാസ്ഥ തുടരുകയാണെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. ആവശ്യമുള്ള പ്രദേശത്തെല്ലാം മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തയ്യാറെന്നും PK കൃഷ്ണദാസ്. വോട്ട് വിവാദം പരാജയപ്പെട്ടവന്റെ വിലാപം മാത്രമെന്നും PK കൃഷ്ണദാസ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാഗ്പൂരിന്റെ തിട്ടൂരം കേരളത്തിൽ നടപ്പാവില്ലെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പട്ടികജാതി ക്ഷേമ സമിതി മാർച്ച്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിയമനാധികാരം സംസ്ഥാന സർക്കാരിന് നൽകണമെന്ന് മുഖ്യ ആവശ്യം. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ പാലക്കാട്ട് കോൺഗ്രസ് പ്രതിഷേധം. മോദി സർക്കാരിൻ്റേത് ഭരണകൂട ഭീകരതയെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് KSSPU. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിമർശനം. ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പെൻഷനേഴ്സ് യൂണിയൻ മാർച്ചും ധർണയും. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കർഷക മാർച്ച്. സമരം സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അപ്രായോഗിക നിർദ്ദേശങ്ങൾക്കെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവരായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്ത് ജില്ലാതല ചർച്ച. 14 ജില്ലകളിലും ഈ ആഴ്ച ജനകീയ ചർച്ചകൾ നടക്കും. അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് സംസ്ഥാന പാഠപുസ്തക സമിതിക്ക് സമർപ്പിക്കും. ഒറ്റപ്പാലത്ത് വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത് 100-ലേറെ പേർ. പൈങ്കുളത്ത് ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഒളിവിൽ പോയ പ്രതി മണിക്കൂറുകൾക്കകം ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ജാമ്യത്തിലിറങ്ങി ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച പീഡനക്കേസ് പ്രതി ബാലകൃഷ്ണൻ. പ്രതി ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ചത് ചൊവ്വാഴ്ച രാവിലെ. ഇന്ന് ലോക ഗജദിനം. ആനക്കാഴ്ചയുടെ തലയെടുപ്പുമായി ഗുരുവായൂർ കുന്നത്തൂർ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ആനത്തറവാട്ടിലുള്ളത് 36 ആനകൾ. ഗുരുവായൂരിലെ ആനകൾക്ക് ഇത് സുഖചികിത്സയുടെ കാലം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ റീ ഇലക്ഷൻ നടത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ലോക്സഭാ മണ്ഡലത്തിൽ 60,000-ഓളം വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ മൗനം ദുരൂഹമാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. മാന്യതയുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഉത്തരവാദിത്തമേറ്റെടുത്ത് രാജിവെക്കണമെന്ന് വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ഇത്രയേറെ മറിമായം വേറെ എവിടെയും കണ്ടിട്ടില്ല. വ്യാപകമായി ഇത്തരത്തിൽ വ്യാജ വോട്ട് ചേർക്കപ്പെട്ടിരുന്നതായും വി ശിവൻകുട്ടി പറഞ്ഞു. സുരേഷ് ഗോപി പോലെ അപ്പൊ അങ്ങനെ മനസ്സിലാക്കേണ്ട ഞാൻ പറഞ്ഞില്ല 30,000-നും 60,000-നും ഇടയ്ക്കുള്ള വോട്ട് ചേർത്തു എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് അധികമാരാണ് 30,000-നും 60,000-നും എന്റെ വോട്ടേഴ്സിൽ വന്നിട്ടുള്ളത്. ചിത്ര വോട്ടേഴ്സിലുള്ള മലബാരവും കള്ളത്തരവും ഇതുവരെ കേരളം കണ്ടി ഇത്ര സൃഷ്ടികെട്ടാൻ കരുതാൻ ജനാധിപത്യം കൊണ്ടുപോയാൽ നടപ്പിലാക്കി സുരേഷ് ഗോപി ക്ഷീണിച്ച്
അതൊക്കെ നാണമില്ലേ? കള്ളവോട്ട് വ്യക്തി ഇവിടെ കള്ളവോട്ട് ചേർക്കുക, ആളുകളെ സംഭവ കള്ളവോട്ട് ചേർച്ച വോട്ട് വ്യാജമായി വോട്ടർ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര ഭരണാധികാരികളുടെ മാലാഖ്യം മാറ്റിക്കൊണ്ട് വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കി അധികാരത്തിൽ വരുന്ന നയമാണ് ചെയ്തു. യഥാർത്ഥ തെരഞ്ഞെടുപ്പിലൂടെ അറിയാത്ത വലിയ ഗവൺമെന്റ് അല്ല കേന്ദ്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി BJP വൻതോതിൽ പണം മുടക്കുന്നുണ്ട്. സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ നടത്തുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലും സുരേഷ് ഗോപി മോഡലുണ്ടെന്ന് ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിഭജന ദിനം ആചരിക്കുന്നതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഗവർണറുടെ നിലപാട് അപലപനീയമാണെന്ന് ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സർവകലാശാലകളിൽ താക്കോൽ സ്ഥാനങ്ങളിലുള്ള ഗവർണറുടെ കിങ്കരന്മാർ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ മുൻകൈ എടുത്തേക്കാമെന്നും മന്ത്രി പറഞ്ഞു. നാടിന്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്നതാണ് ഗവർണറുടെ നടപടിയെന്ന് ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന കലാലയങ്ങളിലും സർവകലാശാലകളിലും വിദ്വേഷകരമായ നിലയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനാണ് ഇത്തരം ദിനാചരണം സഹായിക്കുക. വിഭജന ഭീകരത എന്ന വാക്കുകൊണ്ട് മതപരമായ സ്പർദ്ധയും വൈരാഗ്യവും വിദ്വേഷാത്മക അന്തരീക്ഷവും വളർത്തിയെടുക്കുക എന്നതാണ് ഗവർണറുടെ ലക്ഷ്യം. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും ആർ ബിന്ദു പറഞ്ഞു. എന്നാൽ ചാൻസലറുടെ കിങ്കരന്മാരായ താക്കോൽ സ്ഥാനങ്ങളിലുള്ളവർ വിഭജന ദിനം നടത്താൻ ആഹ്വാനം ചെയ്തേക്കാം. ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ളവർ അത്തരം പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുമെന്നും ആർ ബിന്ദു പറഞ്ഞു. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്തായ അതിൻ്റെ നാനാത്വം, അതിൻ്റെ സമൃദ്ധമായ വൈജാത്യങ്ങൾ അത് നിലനിന്നു പോകുകയും പരസ്പരം സൗഹാർദ്ദപരമായ സമാധാനപരമായ സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സ്ഥിതിയും ഉണ്ടാകണം. നമ്മുടെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും മനസ്സിൽ സാമുദായിക സ്പർദ്ധ പടർത്തുന്ന നിലയിലും വർഗീയ വൈരാഗ്യം പടർത്തുന്ന നിലയിലുമുള്ള ആഹ്വാനങ്ങൾ തള്ളിക്കളയണമെന്നാണ് കലാലയ സമൂഹങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയത് നേരും നിറയുമില്ലാത്ത നടപടിയാണെന്നും ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. ഏത് മോശപ്പെട്ട മാർഗം ഉപയോഗിച്ചും അധികാരത്തിലെത്തിപ്പെടാൻ പരമാവധി ശ്രമം നടത്തുന്നതാണ് BJPയുടെയും സംഘപരിവാറിന്റെയും രീതിയെന്നും ആർ ബിന്ദു പറഞ്ഞു. ഏത് മോശപ്പെട്ട വഴിയിലൂടെയും സഞ്ചരിക്കാൻ BJPക്ക് കഴിയുമെന്ന് തൃശൂരിൽ തെളിഞ്ഞിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇരട്ട വോട്ടെന്ന ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് സുരേഷ് ഗോപി നേതൃത്വം നൽകിയെന്ന് മുൻ MP TN പ്രതാപൻ. സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ടുണ്ട്. ഇരട്ട വോട്ട് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും TN പ്രതാപൻ തൃശൂരിൽ പറഞ്ഞു. ഗൂഢാലോചനയിൽ സംഘപരിവാറിന്റെ ആളുകളെയും കുടുംബാംഗങ്ങളെയും സുരേഷ് ഗോപി ഉൾപ്പെടുത്തിയെന്ന് TN പ്രതാപൻ ആരോപിച്ചു. ഇരട്ട വോട്ടുകൾ സഹിതമുള്ള ക്രമക്കേടുകൾക്കെതിരെ കോടതിയിലും ഇലക്ഷൻ കമ്മീഷനിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇക്കാര്യങ്ങൾ കൂടി ഉന്നയിച്ചാണ് പരാതി നൽകിയത്. വരണാധികാരിയായ കളക്ടറുടെ കയ്യിൽ പ്രാഥമിക വിവരങ്ങൾ തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആപ്പുകൾ ഉപയോഗിച്ച് ഡാറ്റ പരിശോധന ആരംഭിച്ചു. ഈ പരിശോധനയുടെ ഭാഗമായി കൂടിയാണ് ക്രിമിനൽ കേസിലേക്ക് കടന്നത്. DCCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഡാറ്റ പരിശോധനയുടെ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും TN പ്രതാപൻ പറഞ്ഞു. 6 മാസം ഇവിടെ താമസിച്ചിട്ടില്ല. 6 മാസത്തിന് ശേഷമുള്ളതാണ് വോട്ടർ പട്ടിക പേര് ചേർത്തത്. ഫൈനൽ വോട്ടർ പട്ടിക വന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് വോട്ടറായി വരുന്നത്. അതേ ഉൾപ്പെടെ 14 പേരുടെ കുടുംബാംഗങ്ങളുടെ പേര്, 11 കുടുംബാംഗങ്ങളുടെ പേര്. അപ്പോൾ ഇത് വ്യാജ സത്യവാങ്മൂലമായിരുന്നു. വോട്ടർ തുടർച്ചയായി 6 മാസം അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം മൂലം വോട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വോട്ട് അസാധുവാണ്, വ്യാജമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം, വോട്ട് റദ്ദാക്കണം. ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു. പക്ഷെ അന്ന് ആ പരാതി വേണ്ട പോലെ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ പരിഗണിച്ചിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളത് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്കും സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്കും ഞങ്ങൾ ഇതേ പരാതി തന്നെ നൽകുന്നുണ്ട്. ഒരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വോട്ട് ചേർത്തിയ ആളുടെ ഇപ്പോൾ
പ്രസിദ്ധീകരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിൽ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ടുണ്ട്, ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അന്ന് ഇവിടെ കൊടുത്തത് വ്യാജ സത്യവാങ്മൂലം, ഇപ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും വോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് വോട്ടർ പട്ടികയിൽ പേര് എൻട്രി ചെയ്ത ആളെ വോട്ട് അസാധാക്കുന്നതോടുകൂടി ആളുടെ പാർലമെൻറ്റ് അംഗത്വം ഇല്ലാതായി മാറും. ഈ കാര്യത്തിൽ ഞങ്ങൾ ക്രിമിനൽ കേസിന് വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അത് പോലീസ് പരിശോധിച്ച് ക്രിമിനൽ കേസ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ നിയമപരമായി ഏതറ്റം വരെയും ഈ കേസിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. മാത്രമല്ല, ഈ ഒരുപാട് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച BJP നേതാക്കളുടെ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുള്ള നേതാക്കളുടെ മാത്രമല്ല വിവിധ മണ്ഡലങ്ങളിലുള്ളവരുടെ അത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെതിരായുള്ള നിയമ നടപടി സ്വീകരിക്കുമോ? നേരത്തെ തെരഞ്ഞെടുപ്പ് പോളിംഗിന് മുൻപ് തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകന്മാർക്ക് മുഴുവൻ അറിയാം. ഇങ്ങനെ തൃശ്ശൂർ നഗരത്തിലെ വിവിധ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലും ഗുരുവായൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള ഫ്ലാറ്റ് സമുച്ചയമുള്ള സ്ഥലങ്ങളിലും ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മറ്റ് 5 അസംബ്ലി മണ്ഡലങ്ങളിൽ വിവിധ ഇടങ്ങളിലായി വ്യാജ വോട്ടുകൾ ചേർത്തിയത്, പലരുടെയും വീടുകളിൽ ചേർത്തിയത് ഞങ്ങൾ അന്ന് രേഖാമൂലം പരാതി നൽകി ജില്ലാ കളക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ വേണ്ടി. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. തൃശൂർ കോർപ്പറേഷനിലെ പുതിയ വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുകൾ വ്യാപകമെന്ന് BJP. കുട്ടനെല്ലൂർ 17ാം ഡിവിഷനിൽ മാത്രം 400-ലേറെ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. ഒരു വീട്ടു നമ്പറിൽ 108 വോട്ടുകൾ വരെ ചേർത്തിട്ടുണ്ടെന്ന് BJP ആരോപിക്കുന്നു. കോർപ്പറേഷനിലെ 27ാം ഡിവിഷനും നിലവിലെ 17ാം ഡിവിഷനായി മാറിയ കുട്ടനെല്ലൂരിലെ കൗൺസിലറുമായ CPM നേതാവ് ശ്യാമള വേണുഗോപാലിന് ഇരട്ട വോട്ടുണ്ട്. 27/120 വീട്ടു നമ്പറിൽ കുട്ടനെല്ലൂരിലും 27/1740 വീട്ടു നമ്പറിൽ ചേലാട്ടുകരയിലുമാണ് വോട്ട്. നിലവിൽ താമസിക്കുന്നത് പുത്തൂർ പഞ്ചായത്തിലെ 22ാം വാർഡിലുള്ള ഗ്രീൻ പാർക്കിലാണ്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. 27/1165-ൽ 39 വോട്ടർമാരെ ചേർത്തെന്നും 27/880-ൽ 108 വോട്ടർമാരെ ചേർത്തെന്നും മിക്ക വാർഡുകളിലും വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നും BJP ആരോപിച്ചു. ഈ കുട്ടനെല്ലൂർ 17ാം ഡിവിഷനിൽ നിലവിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് ഏകദേശം 400 വോട്ടോളം, അതായത് ഒരു വീട്ടു നമ്പറിൽ തന്നെ 108 വോട്ട് വരെ ചേർത്തിയതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വേറെ പല വീട്ടു നമ്പറിലും അതുപോലെ തന്നെ 34 വോട്ട്, 38 വോട്ട്, 28 വോട്ട്, അങ്ങനെ മാക്സിമം 108 വോട്ട് വരെ ചേർത്തതായിട്ടാണ് വ്യാപകമായി ഒരു വീട്ടു നമ്പറിലാണ് ഇത്രയ്ക്കും വോട്ടുകൾ ചേർത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാഗ്പൂരിന്റെ തിട്ടൂരം കേരളത്തിൽ നടപ്പാവില്ലെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിയമനങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. കേരളത്തിൽ വർഗീയതയുടെ വിത്തുപാകാനുള്ള ഗവർണറുടെ ശ്രമം ദിവാസ്വപ്നം മാത്രമാണെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ഇന്ത്യ രാജ്യത്തിലെ ഭരണാധികാരികൾ നരേന്ദ്രമോദിയും അമിത്ഷായും തുടക്കത്തിൽ കർഷക സമരത്തെ പരിഹരിച്ചിട്ടു. ഈ സമരം എവിടെയും എത്താൻ പോകുന്നില്ല. ഈ സമരം പരാജയപ്പെടുമെന്നെല്ലാം പ്രഖ്യാപിച്ചു. ഒരു ഘട്ടത്തിൽ ആ സമരത്തെ BJP ഗവൺമെന്റ് നേരിട്ടത് ശത്രു രാജ്യത്തോട് രാജ്യത്തിലെ സൈന്യം എങ്ങനെയാണ് പെരുമാറുന്നത്, അത്തരത്തിലുള്ള യുദ്ധസന്നാഹമായ രീതിയിലായിരുന്നു രാജ്യത്തിലെ അന്നം തരുന്ന കർഷകന്റെ സമരത്തിനെതിരെ BJP കൈക്കൊണ്ട നിലപാട്. ആ കർഷക സമരഭൂമിയിൽ 700-ലധികം കർഷകർ മരണപ്പെട്ടു. കോച്ചുന്ന തണുപ്പിൽ സമരം നടത്തിയ കർഷകർ മരണപ്പെട്ടു. ഞാൻ പറയുന്നത് കാർഷിക മേഖലയിലെ സ്ഥിതിയിലാണ്. തൊഴിലാളി മേഖലയിലോ തൊഴിലാളി വിരുദ്ധമായ 4 കോഡുകൾ, തൊഴിൽ കോഡുകൾ കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായി കരാർ തൊഴിലാളികളുടെ നിയമനം രാജ്യത്ത് വ്യാപകമാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിയമനങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറുക, SC/ST സംവരണം പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പട്ടികജാതി ക്ഷേമ സമിതി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും
തുടർന്ന് ധർണയും നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് TP കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. PKS സംസ്ഥാന കമ്മിറ്റി അംഗം PK സുമോദ് MLA, ജില്ലാ സെക്രട്ടറി V പൊന്നുകുട്ടൻ, P വാസു, K രാജൻ, M മാധവൻ, KP ശ്രീനിവാസൻ, OV സ്വാമിനാഥൻ, BC അയ്യപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിൽ 58 റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിട്ടും പണി നടക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കേരള റെയിൽ ഡെവലപ്മെന്റിന്റെ അനാസ്ഥ മൂലമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. മേൽപ്പാലങ്ങൾ വേണ്ടിടത്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കാൻ കേന്ദ്ര ഗവൺമെന്റും റെയിൽവേ മന്ത്രാലയവും തയ്യാറാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. വോട്ട് വിവാദം പരാജയപ്പെട്ടവന്റെ പച്ചക്കള്ളമാണെന്നും പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന്റെ സൈറ്റ് സന്ദർശിക്കാനെത്തിയ കൃഷ്ണദാസ് പറഞ്ഞു. ഇപ്പോഴേ ഈ 58 മേൽപ്പാലങ്ങളുടെയും ഈ പ്ലാൻ തയ്യാറാക്കേണ്ടത്, അലൈൻമെൻറ്റ് തയ്യാറാക്കേണ്ടത്, ഭൂമി ഏറ്റെടുക്കേണ്ട ചുമതല കേരള റെയിൽവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്, KRDC-ക്കാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ KRDC ഈ മേൽപ്പാലങ്ങൾ, റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുന്നതിൽ, അലൈൻമെൻറ്റ് തയ്യാറാക്കുന്നതിൽ, അതേപോലെ തന്നെ ലാൻഡ് അക്വിസിഷൻ നടപടികളിൽ 1 ഇഞ്ച് പോലും അവർ മുന്നോട്ട് പോയിട്ടില്ല. മറ്റ് പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ കാണിക്കുന്ന നിഷേധാത്മകമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ കാര്യത്തിലും അവർ തുടരുന്നത്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ചെറുതുരുത്തിയിലെ എല്ലാ ജനങ്ങളോടും ഞങ്ങൾ പറയുന്നത്, ഈ റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ് ഈ മേൽപ്പാലം പണിയാൻ 100% സന്നദ്ധമാണ്. അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിൻ്റെ പണി പൂർത്തീകരിക്കാനും തയ്യാറാണ്. അതുവഴി ഈ യാത്രക്കാരുടെ നിത്യമായ ദുരന്തങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. പക്ഷേ സംസ്ഥാന സർക്കാർ അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതേപോലെ വളരെ വേഗതയിൽ ചെയ്യണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ 58 മേൽപ്പാലങ്ങൾ പണിയാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇവയുടെ നിർമ്മാണ പ്രവൃത്തികൾ റെയിൽവേ മന്ത്രാലയത്തിന്റെ സ്വന്തം ചെലവിലാണെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ചെറുതുരുത്തി മേഖലയിൽ നിലവിലെ റെയിൽവേ ഗേറ്റ് കൊണ്ട് യാത്രാ ദുരിതം നിരന്തരമായി അനുഭവിച്ചു വരുന്നവരാണെന്നും BJP അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും നിരവധി സന്നദ്ധ സംഘടനകളും നിവേദനങ്ങൾ ലഭിക്കുകയുണ്ടായി. ഈ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി പ്രദേശത്തെ റെയിൽവേ മേൽപ്പാലം വേണമെന്ന ആവശ്യം റെയിൽ മന്ത്രിയുമായി സംസാരിക്കുകയും അതോടൊപ്പം പദ്ധതിയിൽ പ്രദേശത്തെ ഉൾപ്പെടുത്താനായതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിൽ 58 മേൽപ്പാലങ്ങൾ, റെയിൽവേ മേൽപ്പാലങ്ങൾ പണിയാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. ഈ 58 റെയിൽവേ മേൽപ്പാലങ്ങളും അതിൻ്റെ സ്വന്തം ചെലവിലാണ്, റെയിൽവേയുടെ സ്വന്തം ചെലവിലാണ് പണിയാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ചെറുതുരുത്തി ഭാഗത്ത് ആയിരക്കണക്കിന് സാധാരണക്കാരായ യാത്രക്കാരും ജനങ്ങളും അവർക്ക് ഇപ്പോഴത്തെ ഗേറ്റ് കൊണ്ട് ഒരുപാട് യാത്രാ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഞാൻ റെയിൽവേയുടെ പാസഞ്ചർ എമ്യൂണിറ്റീസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന കാലത്ത് BJPയുടെ ചെറുതുരുത്തി വള്ളത്തോൾ പഞ്ചായത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ നിയോജക മണ്ഡലം കമ്മിറ്റിയും അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും നിവേദനം നൽകുകയുണ്ടായി. കാരണം അടിയന്തരമായൊരു മേൽപ്പാലം ഇവിടെ ആവശ്യമാണ്, ജനങ്ങളുടെ ചിരകാലമായിട്ടുള്ള ആവശ്യമാണ് ഇവിടെ ഈ ചെറുതുരുത്തി മേൽപ്പാലം. അങ്ങനെ തന്ന നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ മന്ത്രിയുമായിട്ടും ബന്ധപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിൽ പണിയാൻ പോകുന്ന 58 റെയിൽവേ മേൽപ്പാലങ്ങളുടെ കൂട്ടത്തിൽ ചെറുതുരുത്തി മേൽപ്പാലവും ഉൾപ്പെട്ടത്. PK കൃഷ്ണദാസിനൊപ്പം BJP വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് MA രാജു, തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി K വിപിൻ കൂടിയിടത്ത്, ജില്ലാ സെക്രട്ടറി നിത്യസാഗർ, ജില്ലാ വൈസ് പ്രസിഡന്റ് PR രാജകുമാരൻ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം താലൂക്ക് സർക്കാർ ആശുപത്രിയിൽ സായാഹ്ന OPക്ക് തുടക്കമായി. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ടോക്കൺ സംവിധാനത്തിന്റെയും ഓൺലൈൻ പേയ്മെന്റിന്റെയും ഉദ്ഘാടനവും നടന്നു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം അത്യാഹിത വിഭാഗത്തിൽ അനുഭവപ്പെടാറുള്ള തിരക്കിന് പരിഹാരമായാണ് സായാഹ്ന OPക്ക് തുടക്കമായത്. ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെയാണ് സേവനം. ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ തീരുമാനപ്രകാരം ഒരു ഡോക്ടറെ കൂടി താൽക്കാലികമായി നിയമിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പുതിയ അത്യാഹിത വിഭാഗം കെട്ടിടത്തിലാണ് സായാഹ്ന OPയും പ്രവർത്തനം ആരംഭിച്ചത്. കൂടാതെ ടോക്കൺ സംവിധാനത്തിൻ്റെയും ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെയും ഉദ്ഘാടനം നടന്നു.
അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് നടന്ന ഉദ്ഘാടന പരിപാടി ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ അവർക്ക് ടോക്കൺ എടുക്കാൻ അതിന് ക്യൂ നിൽക്കേണ്ടി വരികയാണ്. ഡോക്ടറെ കാണാനുള്ള ടോക്കൺ എടുക്കാൻ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിന് പ്രയോറിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് അവർക്ക് ടോക്കൺ എടുക്കാനും ടോക്കൺ എടുത്ത് വിളിക്കുന്നത് വരെ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ പ്രയോറിറ്റി നഷ്ടപ്പെടുമോ, അവർക്ക് OP ടിക്കറ്റ് എടുക്കാനുള്ള ആ കൗണ്ടറിൽ എത്താൻ എന്നുള്ള പ്രശ്നം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. വരുന്ന രോഗികൾക്ക് നേരെ വരാനും അവർക്ക് ടോക്കൺ എടുത്താൽ ആ നമ്പർ പ്രകാരം OP ടിക്കറ്റ് കൗണ്ടറിൽ അവിടെ വിളിക്കുകയും അവിടെ നിന്ന് OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ കഴിയുകയും ചെയ്യുന്ന അന്തരീക്ഷം ഇന്നു മുതൽ തന്നെ നമ്മുടെ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാവുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. രണ്ടാമതായി, ടോക്കൺ എടുത്തു OP ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ചെല്ലുമ്പോഴായിരിക്കും കയ്യിൽ പൈസ ചില്ലറയില്ല എന്നറിയുന്നത്. അപ്പോൾ എന്താണ് മാർഗം? ഇന്നിപ്പോൾ പൊതുവിൽ എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണുണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ പേ സംവിധാനമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഗൂഗിൾ പേ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിൻ്റെ ഉദ്ഘാടനവും ഇന്നിവിടെ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ കെ രാജേഷ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ അബ്ദുൽ നാസർ, സുനീറ മുജിബ്, ഫൗസിയ ഹനീഫ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രതിനിധികൾ, കൗൺസിലർമാർ, സ്റ്റാഫുകൾ, ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മോദി സർക്കാരിൻ്റേത് ഭരണകൂട ഭീകരതയെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നഗരത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ തങ്കപ്പൻ. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി തിരഞ്ഞെടുപ്പ് നടപടികൾ അട്ടിമറിച്ച് അധികാരത്തിലേറിയവർ ഇപ്പോൾ ജനാധിപത്യവാദികളെ കടന്നാക്രമിക്കുകയാണെന്ന് എ തങ്കപ്പൻ കുറ്റപ്പെടുത്തി. ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും നമ്മൾ പലപ്പോഴും ഉന്നയിച്ചിരുന്നു, തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടെക്കുറിച്ച് കോടതി വരെ പോയിട്ട് പോലും ആ കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാരണം എന്തു കൊടുത്താലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഗവൺമെൻറ് പറയുന്നത് കേൾക്കുന്നു, കോടതിയും ഗവൺമെൻറ് പറയുന്നത് കേൾക്കുന്നു. ഇപ്പോൾ ഒരു ഭാഗത്ത് വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് നടത്തുന്നു, മറുഭാഗത്ത് വോട്ടർ പട്ടിക ക്രമക്കേട് നടത്തുന്നു. അതാണ് വോട്ടർ മെഷീൻ്റെ ക്രമക്കേട് ഇതുപോലെ കോടതി വരെ എത്തി നമ്മൾ പരാജയപ്പെട്ടു നിൽക്കുന്നു. കാരണം ഇത് കേൾക്കാൻ ആളില്ലാത്ത ഈ ജനാധിപത്യ രാജ്യത്തിലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യ ഇന്ത്യ രാജ്യത്ത് കേൾക്കാൻ അധികാരികൾ ഒരു പക്ഷം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. UDF പാലക്കാട് നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, നേതാക്കളായ കെ ഭവദാസ്, ബോബൻ മാട്ടുവന്ത, C കിദർ മുഹമ്മദ്, ഹരിദാസ് മച്ചിങ്ങൽ, PM ശ്രീവത്സൻ, S സേവ്യർ, രമേഷ് പുത്തൂർ, SM താഹ, അനിൽ ബാലൻ, V മോഹനൻ, ജവഹർ രാജ്, അബു പാലക്കാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വന്യജീവികളിൽ നിന്ന് രക്ഷ നൽകണമെന്നും സർക്കാരിന്റെ കർഷകദ്രോഹം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്വതന്ത്ര കർഷക സംഘം പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കളത്തിൽ അബ്ദുള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കാൻ ശക്തമായ ഫെൻസിംഗ് സംവിധാനം ആവശ്യമാണെന്ന് കളത്തിൽ അബ്ദുള്ള പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. കർഷകർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ജലരേഖയായി. മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മതിൽ ആവശ്യമാണ്. ആ മതിൽ ഇന്ന് വരെ കെട്ടാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. പക്ഷെ ആനകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ വേഗം നമ്മുടെ മരം കൊണ്ടടിച്ച് ഈ വെയിലുകൾ തകർക്കുകയാണ്. ഏതായാലും മനുഷ്യരെ സംബന്ധിച്ച് ധ്യാന പ്രശ്നം, അതുപോലെ തന്നെ മൈനിന്റെ പ്രശ്നം, അതോടൊപ്പം കുരങ്ങിന്റെ പ്രശ്നം, അങ്ങനെ ഓരോ പ്രശ്നങ്ങളായി നമ്മുടെ രാജ്യത്ത് മാറിയിരിക്കുകയാണ്. പുലി വരുന്ന പ്രശ്നം, മണ്ണാർക്കാട് താലൂക്കിലൊക്കെ ഒൻപാറ പ്രദേശങ്ങളിൽ പുലിയാണ് പ്രശ്നം, അതുപോലെ നെല്ലിയാണ് പ്രശ്നം. ഇതൊക്കെ ഇറങ്ങി മനുഷ്യനെ കൊല്ലുകയാണ്. അതുകൊണ്ട് ഇത്തരം സമീപനങ്ങൾ നിർത്താൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് രക്ഷയുണ്ടാവുകയുള്ളൂ. കാർഷിക പെൻഷൻ 10,000 രൂപയാക്കണമെന്നും സ്വതന്ത്ര കർഷക സംഘടന ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് KTA ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. STU ജില്ലാ പ്രസിഡന്റ് MM ഹമീദ്, ജബ്ബാർ, S കുമാരൻ, PM മുജീബ് റഹ്മാൻ, AM സലീം, TA അബൂബക്കർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്ത് ജില്ലാതല ചർച്ച നടന്നു. വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് 100-ലധികം പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത്.
പൊതുവിദ്യാഭ്യാസ വകുപ്പ് പാഠപുസ്തകങ്ങളിലെ സിലബസുകളുടെ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനതല ചർച്ച പൂർത്തിയായതിന് പിന്നാലെയാണ് ജില്ലാതലങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനകീയ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 14 ജില്ലകളിലും ഈ ആഴ്ച കൊണ്ട് ജനകീയ ചർച്ചകൾ പൂർത്തീകരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം. പാലക്കാട് ജില്ലാതല ചർച്ച ഒറ്റപ്പാലം LSN ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. താരതമ്യേന സ്വാതന്ത്ര്യം വലിയ തോതിൽ കുറയുകയാണ്. സമയം, പഠിക്കുന്ന സമയം, രാവിലെ 9:30 to 4:30 എന്ന നിലയിലുള്ള സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിൽ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. എന്താണ് അതിനുള്ള സാധ്യതകൾ? ഇപ്പൊ ഞാൻ പറയാം, ഹയർ സെക്കൻഡറി മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ മോശം അന്തരീക്ഷമുള്ള ട്രെയിൻ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ തയ്യാറല്ല. അവര് മറ്റെന്ത് സഹിച്ചാലും ശരി അതിനോട് തയ്യാറല്ല എന്ന് അഡമറ്റായിട്ട് പറയുകയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ഹയർ സെക്കൻഡറി കുട്ടികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഫെസിലിറ്റി എത്രമാത്രം മികച്ചതാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ പറയുന്നത് സ്വാഭാവികമായി ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മുടെയൊക്കെ ചുമതലയും ഉത്തരവാദിത്വമല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ ആദ്യഘട്ടത്തിൽ പരിഷ്കരിച്ചിരുന്നു. ഇതിന് തുടർച്ചയെന്ന നിലയിൽ 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലും മാറ്റങ്ങൾ വരുത്തി. ഈ മാറ്റങ്ങൾ ഫലപ്രദമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളും പരിഷ്കരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥി പ്രതിനിധികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരുടെയും അധ്യാപക സംഘടനാ പ്രതിനിധികളുടെയും അഭിപ്രായങ്ങൾ തേടുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ മറികടക്കുന്നതിനും വേണ്ടിയായിരുന്നു ജനകീയ ചർച്ചയും ക്രോഡീകരണവും. 26 മേഖലകളിൽ ഊന്നി നിന്നുകൊണ്ട് പുതിയതായി കുട്ടികളിൽ എത്തുന്ന പാഠപുസ്തകങ്ങൾ എങ്ങനെയാകണമെന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചയാണ് നടന്നത്. ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ DJ സതീഷ് സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകിദേവി അധ്യക്ഷയായി. SCERT ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ് പദ്ധതിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. NCERT റിസർച്ച് ഓഫീസർ ഡോക്ടർ MT ശശി, സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ K ജയപ്രകാശ്, LSN സ്കൂൾ പ്രിൻസിപ്പാൾ ആശ അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാതലത്തിൽ ഉരുത്തിരിഞ്ഞുവന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് സംസ്ഥാനതല പാഠപുസ്തക സമിതിക്ക് മുന്നിൽ എത്തിക്കുക എന്നതും നടപ്പിലാക്കുക എന്നതുമാണ് ചർച്ചയിലൂടെ ലക്ഷ്യമിട്ടത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഉൽപ്പാദകന് വില കിട്ടാതിരിക്കുകയും ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ഇടനിലക്കാരെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവരായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറിയെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത MLA പറഞ്ഞു. ഹോട്ടൽ മേഖലയെക്കുറിച്ച് അറിയാത്ത ഉദ്യോഗസ്ഥർ അപ്രായോഗികവും അശാസ്ത്രീയവുമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടാണ് വ്യവസായം മുന്നോട്ടു പോകുന്നത്. ഉത്പാദകർക്ക് വില കിട്ടുകയും ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില നൽകി വാങ്ങാനും കഴിയണമെങ്കിൽ വിപണിയിൽ സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ ആവശ്യമാണ്. ഹോട്ടലുകളിലെ മലിനജലം സംസ്കരിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ആവശ്യം. എന്നാൽ പിഴയിടാനായി നിയമനിർമ്മാണം നടത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും MLA പറഞ്ഞു. അപ്പുറത്ത് സമരപ്പന്തലിൽ പോയി സാധനം വാങ്ങി ഇപ്പുറത്ത് ഭക്ഷണം വെച്ചാൽ അവർക്കും വെച്ചാണ്, നിങ്ങൾക്കും വെച്ചാണ്, രണ്ടുപേരെ ആശ്രയിക്കുന്ന ഞങ്ങൾക്കും വെച്ചാണ്. ഇത് ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകൾക്ക് ലാഭമുണ്ടാക്കുന്ന മേഖലയായി ഇന്ത്യയിലെ കാർഷിക മേഖല മാറിയിരിക്കുന്നു എന്നുള്ള അപകടകരമായ സാഹചര്യം. ഇന്ന് ഇന്ത്യയുടെ കാർഷിക മേഖലയെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് ബിഗ് ഷോട്ട്സ് ആണ്. ഈ രാജ്യത്ത് ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ ഒന്നേതാണ്. ഒന്ന് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം. ഈ അടുത്ത കാലത്ത് വിജയിച്ച ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ ഒന്ന് കർഷക സമരമാണ്. ആ കർഷക സമരത്തെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന കർഷക സമൂഹം ഒന്നായി, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് സ്വാധീനമുള്ള ഭരണ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ എത്രയേറെ കർഷകർ ഒഴുകി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തുമ്പോൾ അവരെ വരവേൽക്കുവാൻ വേണ്ടി വഴി നിറയെ ആണി നിറച്ച പ്രതിരോധ മാർഗങ്ങളും
ആ ആനയെ ഭേദിച്ച് ബാരിക്കേഡുകളെ ഭേദിച്ചെത്തുന്ന ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യവുമാണുള്ളത് എങ്കിൽ ഒന്നാലോചിച്ചു നോക്കൂ, ഈ രാജ്യത്തെ കാർഷിക മേഖലയാകെ കാർന്നു തിന്നുന്ന ബിഗ് ഷോട്ട്സിന് പൊല്യൂഷൻ ബോർഡിൻ്റെ അശാസ്ത്രീയ നിയമങ്ങൾ പിൻവലിക്കുക, നിയമപരമല്ലാത്ത തട്ടുകടകളെ നിയന്ത്രിക്കുക, വൈദ്യുതി ചാർജ് വെള്ളക്കരം പിൻവലിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KHRA പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് C. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഫൈസൽ റഹ്മാൻ, ട്രഷറർ സുബൈർ, മുഹമ്മദ് റാഫി, ഫിറോസ് ബാബു, ചിന്മയാനന്ദൻ, ഗോപിനാഥ്, KB ഷഫീർ, സദാശിവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൈങ്കുളത്ത് ജാമ്യത്തിലിറങ്ങിയ പീഡനക്കേസിലെ പ്രതി ഓട്ടോ ഡ്രൈവറെ വെട്ടി പരിക്കേൽപ്പിച്ചു. സംഭവത്തിനു ശേഷം രക്ഷപ്പെട്ട പ്രതി ബാലകൃഷ്ണൻ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായി. പൈങ്കുളം സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മനക്കത്തൊടി വീട്ടിൽ 50 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 7:30യോടെയാണ് സംഭവം. പീഡനക്കേസിലെ പ്രതിയായ ബാലകൃഷ്ണനാണ് ഉണ്ണികൃഷ്ണനെ ആക്രമിച്ചത്. വെട്ടേറ്റ ഉണ്ണികൃഷ്ണൻ അടുത്ത വീട്ടിൽ അഭയം തേടുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റ ഉണ്ണികൃഷ്ണനെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. ചെറുതുരുത്തി പോലീസ് ഉടൻ സ്ഥലത്തെത്തി. അക്രമത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ബാലകൃഷ്ണനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 2024 ജൂലൈ മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് KSSPU ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് തലങ്ങളിൽ പ്രകടനവും ധർണയും നടത്തി. KSSPU ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിലായിരുന്നു പ്രകടനവും ധർണയും നടത്തിയത്. 2024 ജൂലൈ മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 2 ഗഡുക്കൾ അനുവദിക്കുക, അനുവദിച്ച ക്ഷാമാശ്വാസത്തിൻ്റെ കുടിശ്ശിക നൽകുക, 1 മാസത്തെ പെൻഷന് തുല്യമായ തുക ഉത്സവഭത്തയായി അനുവദിക്കുക തുടങ്ങി 13 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPU ആഭിമുഖ്യത്തിൽ വ്യാപകമായി പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. KSSPU ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ കുളപ്പുള്ളിയിൽ നിന്നും പ്രകടനം ആരംഭിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പ്ലാൻ ഫണ്ട് പദ്ധതി വിഹിതം ഈ കാലത്തിനിടയ്ക്ക് എവിടെയും നിന്നിട്ട്. അപ്പോൾ ഏറ്റവും നല്ല മികച്ച ധനകാര്യ മാനേജ്മെന്റാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഇത് പിടിച്ചെടുക്കാൻ കഴിയും. വളരെ സസൂക്ഷ്മം ജനങ്ങളിലേക്ക് എത്തേണ്ട പണം എത്തിക്കുക, അതിന് കേന്ദ്ര ഗവൺമെൻറ് തരാത്തതൊരു തടസ്സം ആകാതെ വേണ്ടത് എത്തിക്കുക. ഇപ്പോൾ ഇന്നലെ നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ, കേന്ദ്രമന്ത്രി സീതാരാമയെ കാണാനായിട്ട് പോയിട്ട് കണ്ടു. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു. ഏതാണ്ട് 11,000 ചില്ലാൻ കോടി രൂപയുടെ യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് K. ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ പ്രഭാഷണം നടത്തി. K. ശങ്കരൻ, P. ഗംഗാധരൻ, ES കൃഷ്ണൻ, ഭവദാസൻ ഉണ്ണി മാസ്റ്റർ, ഗോപിനാഥൻ, സുരേഷ്, അജയകുമാർ, MC ശങ്കരൻ, TM സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPU പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം RA ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ പെൻഷനും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ക്ഷാമബത്ത കുടിശ്ശിക തടഞ്ഞുവെക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിയും അംഗീകരിക്കാനാകില്ലെന്ന് RA ഉണ്ണിത്താൻ പറഞ്ഞു. ഇവിടെ വന്നാൽ അത് ഗവൺമെന്റ് തീരുമാനിക്കുമെന്നും അതിൽ കൊടുക്കണം, ആർക്ക് എപ്പോ കൊടുക്കണം എന്നുള്ളതൊക്കെ അല്ലാതെ നിലവിലുള്ളവർക്കെല്ലാം കൊടുക്കുക എന്നുള്ള വ്യവസ്ഥ മാറും. അങ്ങനെ പലതും എടുക്കുന്ന തീരുമാനം ചോദ്യം ചെയ്യാൻ കഴിയാത്തതാണ് സർക്കാർ തീരുമാനം. അതിന് കോടതിയോ ഭരണഘടനയോ പറഞ്ഞ് അത് എതിർക്കാൻ പാടില്ല എന്നുള്ള നിയമമാണ് ഇപ്പോൾ ബില്ല് പാസ്സായിരിക്കുന്നത്. ആ ബില്ല് വന്നപ്പോൾ അതിനടുത്ത ദിവസം തന്നെയാണ് നമ്മളിവിടെ ധർണാ സമരവും നടത്തിയത്. അങ്ങനെ ഒരുപടി ഇത് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വെച്ച ഡിമാൻഡ് മിക്കവാറും ഇവിടെ വിശദീകരിച്ചല്ലോ. അതിൽ DA കുടിശ്ശിക അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, 20 വർഷം ജോലി ചെയ്തവർക്ക് മുഴുവൻ പെൻഷനും 70 കഴിഞ്ഞവർക്ക് അധിക പെൻഷനും അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ.
എച്ച് ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ദണ്ഡപാണി, വി ആർ രാജൻ, കെ രേണുകാദേവി, ബി വിജയൻ, പി ജി മോഹൻകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSSPU പാലക്കാട് റൂറൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറളിയിൽ ബ്ലോക്ക് തല പ്രകടനവും ധർണയും നടത്തി. 13 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പെൻഷൻകാരുടെ ധർണ. KSSPU പാലക്കാട് റൂറൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പറളി ചെക്ക് പോസ്റ്റിൽ നിന്നും പ്രകടനമായാണ് ധർണയ്ക്കെത്തിയത്. ജൂലൈ മാസം മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കുക, 1 മാസത്തെ പെൻഷന് തുല്യമായ തുക ഉത്സവത്തയായി അനുവദിക്കുക തുടങ്ങിയ 13 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ശക്തി പ്രകടനത്തിലൂടെ അല്ലെങ്കിൽ ശക്തമായ ഇടപെടലിലൂടെ നേടിയെടുക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുതിയവ നേടിയെടുക്കുന്നതിനപ്പുറം നിലവിലുള്ളത് നിലനിർത്താൻ തന്നെ വലിയ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാനം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള നിരവധി പ്രതിസന്ധികളും അതൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. 2018-19 കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പ്രളയം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കോവിഡ്. KSSPU ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KC ബാലൻ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K രാധാദേവി, P കൃഷ്ണൻകുട്ടി, P സത്യഭാമ, MC വാസുദേവൻ, PR രാജേശ്വരി, M കാസിം തുടങ്ങിയവർ സംസാരിച്ചു. P കൃഷ്ണദാസ് സ്വാഗതവും CA മുരളീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചേലക്കരയിൽ പെൻഷനേഴ്സ് യൂണിയൻ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം VK ആരിഫ ബി ധർണ ഉദ്ഘാടനം ചെയ്തു. തൻ്റെ യൗവനകാലം മുഴുവനും ഈ നാടിനു വേണ്ടി സമർപ്പിച്ചവർ തന്നെയാണ് ഈ ഇരിക്കുന്ന എല്ലാ പെൻഷൻകാരും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാനുള്ള ഈ അവകാശം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഞങ്ങളുടെ അവകാശം തന്നെയാണ്. പെൻഷൻ എന്ന് പറയുന്നത് ഒരു അവകാശം തന്നെയാണെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ആരുടെയും ഔദാര്യമല്ല. KSSPU പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് K വിജയരാഘവ പണിക്കർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം K ഗോപിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ P പരമേശ്വരൻ, KC ഉണ്ണി, TU പ്രസന്ന, S രാമചന്ദ്രൻ, AT ജോർജ്, V ചന്ദ്രൻ, SM ഷാഫർ, PK വേണുഗോപാലൻ, KJ ബേബി, VP ജാനകി തുടങ്ങിയവർ പ്രസംഗിച്ചു. പഴയന്നൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഗോവിന്ദൻകുട്ടി സ്വാഗതവും സെക്രട്ടറി ലത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം ബ്ലോക്ക് തല ധർണ ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സംഘടിക്കാനും സംഘടന രൂപീകരിക്കാനും പ്രക്ഷോഭ സമരങ്ങൾ നടത്താനും ഒക്കെ നമുക്ക് കഴിയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അതിനെല്ലാം അനുവദിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ലോകത്ത് വേറെ കുറേ രാജ്യങ്ങളുണ്ട്, ഇന്ത്യ മാത്രമല്ല, നമുക്കൊക്കെ അറിയാം. ലോകത്തിലെ പല രാജ്യങ്ങളിലും സർക്കാരുകളുടെ നയങ്ങൾക്കെതിരായി സംഘടന രൂപീകരിക്കാനോ പ്രവർത്തിക്കാനോ സമരം ചെയ്യാനോ ഒന്നും അതാത് രാജ്യങ്ങളിൽ അവിടുത്തെ ഭരണഘടന അനുവദിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഈ സവിശേഷതയാണ്, ഈ പ്രത്യേകതയാണ് തിരുവായിക്ക് എതിർവായില്ലാത്ത ഒരു സമൂഹമാക്കി നാടാക്കി മാറ്റുക എന്നുള്ളതല്ല, ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹമാക്കുക എന്ന നിലപാട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകാലത്ത് സ്വീകരിച്ചതിന്റെ തുടർച്ചയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന വന്നത് എന്നതുകൊണ്ടാണ് ഈ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നത്. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് P വാസുദേവനുണ്ണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് K സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി, ട്രഷറർ P കൃഷ്ണൻകുട്ടി, KJ പുരുഷോത്തമൻ മാസ്റ്റർ, KK ഗൗരി ടീച്ചർ, K രത്നമ്മ, T ചാമി, V ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
SMF SYS മണ്ണൂർ പഞ്ചായത്ത് സംയുക്ത കൺവെൻഷൻ സംഘടിപ്പിച്ചു. സുന്നി മഹല്ല ഫെഡറേഷൻ ഒറ്റപ്പാലം മണ്ഡലം ജനറൽ സെക്രട്ടറി PMA ജലീൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാരണം 9:30 മൗലിദ് പാരായണമായി മീലാദ് ക്യാമ്പയിനാണ്. മീലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മൗലിദ് പാരായണമാരും 9:30 തന്നെ ആരംഭിക്കും. 9:30 നമ്മുടെ മേഖലയിലെ 40-ലധികം വരുന്ന ഇമാമുമാർ പങ്കെടുത്തുകൊണ്ട് ഈ അവരെ നേതൃത്വത്തിൽ ഈ മൗലിദ് പാരായണം മീലാദ് ക്യാമ്പയിൻ്റെ ആരംഭം 9:30 ആരംഭിച്ച് അരമണിക്കൂറിലൂടെ നമ്മുടെ സ്റ്റേറ്റ് നേതാക്കന്മാർക്ക് എല്ലാ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ്, അതുപോലെ തന്നെ ബാവൂദി ഉസ്താദ്, ഷാഫി ഹാജി, അതുപോലെ തന്നെ അബ്ദുൽ സമദ് പൂക്കോട്ട് ഇപ്പോഴുള്ള എല്ലാ നേതാക്കന്മാരും മഹാനായ പാണക്കാട് ശ്രീ റഷീദ് അലി ക്ഷേത്രങ്ങളാണ് അതിൻ്റെ ഔപചാരികമായി. PK മുത്തലിബ് മൗലവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി യൂസഫ് പത്തിരിപ്പാല മുഖ്യപ്രഭാഷണം നടത്തി. PA കബീർ മുസ്ലിയാർ, KP മൊയ്തീൻകുട്ടി, ഇസ്മായിൽ, KS സുലൈമാൻ, K ഹംസ, A ഷാഹുൽ ഹമീദ്, PU അബ്ദുൽ ഹക്കീം, K ഹസൻ, അബ്ദുൽ ഖാദർ, KSM ഹനീഫ, M ഇസ്മായിൽ, K സൈദലവി, VP ഇബ്രാഹിം, MV അമീറലി എന്നിവർ സംസാരിച്ചു. KM അബ്ദുൽ ഹക്കീം സ്വാഗതവും PM മുഹമ്മദ് റഫീഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭയുടെ സ്പിൽ ഓവർ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. അവസാനഘട്ട വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മദർ വെറോണിക്ക ഓഡിറ്റോറിയം ഉദ്ഘാടനം നടന്നു. അപ്പോസ്തലിക് കാർമൽ എഡ്യൂക്കേഷണൽ ഏജൻസി പ്രൊവിൻഷ്യൽ സുപ്പീരിയറും കോർപ്പറേറ്റ് മാനേജറുമായ സിസ്റ്റർ മറിയ ജസീന ഉദ്ഘാടനം ചെയ്തു. സ്നേഹത്തിൻ്റെ ഒരു പങ്കുവെക്കലിൻ്റെ ഒരു കാലത്തായിരുന്നു. അന്നൊരുമിച്ച് പ്ലാറ്റിനം ജൂബിലിയൊക്കെ ആഘോഷിച്ച് ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ അറിയാം. നമ്മൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു റാലിയൊക്കെ ഉണ്ടായിരുന്നു. ആ റാലിയിൽ ഒരു കുട്ടി കൊമ്പനുണ്ടായിരുന്നു. കൊമ്പനാണ് കുഞ്ഞ് അപ്പോൾ നമ്മുടെ ഒപ്പം നടന്നു വരികയാണ്. അപ്പോൾ ഈ ആനക്കുട്ടി ഇങ്ങനെ കുറേ വികൃതികളൊക്കെ കാണിച്ച് കാണുന്ന മരത്തിൻ്റെ കൊമ്പൊക്കെ അടിച്ച് നമ്മളോടൊപ്പം ഒരുമിച്ച് നടന്ന ഒരു നല്ല ഷൊർണൂരിൻ്റെ കാലം അതെപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. ചടങ്ങിൽ PTA പ്രസിഡന്റ് കൃഷ്ണപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ D സിമി സ്വാഗതം പറഞ്ഞു. മുൻ PTA പ്രസിഡന്റ് MR മുരളി മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോസ്തലിക് കാർമൽ എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി സിസ്റ്റർ മറിയ റസി അലക്സ് ആശീർവാദ പ്രഭാഷണം നടത്തി. റിട്ടയർഡ് പ്രിൻസിപ്പൽമാരെയും സ്റ്റാഫുകളെയും ചടങ്ങിൽ ആദരിച്ചു. കൗൺസിലർ ഹസീന അഷറഫ്, PNNM ആയുർവേദ കോളേജ് ഡയറക്ടർ സന്ധ്യ മന്നത്ത്, സിസ്റ്റർ സുധീര, രൂപ ജോർജ്, സിസ്റ്റർ മറിയ റജി, സിസ്റ്റർ മറിയ ബെല്ല, സിസ്റ്റർ ജസ്സ, സെന്റ് തെരേസ് LP സ്കൂൾ പ്രധാനാധ്യാപിക രാജി വർഗീസ്, മദർ PTA ഭാരവാഹി ധന്യ, PTA വൈസ് പ്രസിഡന്റ് M പ്രദീപ്, സ്മിത ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഓഡിറ്റോറിയം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. 1998 മുതൽ 2025 വരെയുള്ള ബാച്ചുകളുടെ സംഗമമാണ് സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇന്ന് ലോക ഗജ ദിനം. കേരളത്തിലെ ഏറ്റവും വലിയ ആനത്തറവാടായ ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ തലയെടുപ്പുള്ള കാഴ്ചകൾ ആസ്വദിക്കാം. 36 ആനകളാണ് ഇപ്പോൾ പുന്നത്തൂർ കോട്ടയിലുള്ളത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആനസങ്കേതമാണ് ഗുരുവായൂർ പുന്നത്തൂർ കോട്ട. ആനപ്രേമികളുടെ തീർത്ഥാടന കേന്ദ്രം. എത്ര കണ്ടാലും മതിവരാത്ത ഒന്നാണ് ആനകൾ. ആഴമേറിയ നിരവധി ആനക്കഥകളുടെ ചരിത്രവുമുണ്ട് ഈ കോട്ടയിൽ. ഉണ്ണിക്കണ്ണൻ്റെ സന്തത സഹചാരികളായ ആനകളാണ് ഇവിടെ അധിവസിക്കുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന നാട്ടാന വളർത്തൽ കേന്ദ്രം കൂടിയാണിത്. സന്ദർശകർക്ക് ആനക്കോട്ടയിൽ കയറി ആനകളെ ആവോളം കണ്ട് ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനും കഴിയും. ആദ്യഘട്ടത്തിൽ 66 ആനകളാണ് പുന്നത്തൂർ കോട്ടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആനകളെ നടയിരുത്തുന്നതിൽ നിയന്ത്രണം വന്നതോടെ എണ്ണം കുറഞ്ഞു. പ്രായാധിക്യത്താലും അസുഖങ്ങളാലും ആനകൾ ചരിഞ്ഞതോടെ ഇപ്പോൾ 36 ആനകളായി ചുരുങ്ങി. വർഷം തോറും സുഖചികിത്സ നൽകുന്ന ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗജപരിപാലന പരിപാടി ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. കൃത്യമായ ഭക്ഷണം, വെള്ളം, മദപ്പാട് കാലത്തെ നിരീക്ഷണം ഉൾപ്പെടെ ആനകളെ ശാസ്ത്രീയമായാണ് ഇവിടെ പരിപാലിക്കുന്നത്. വിദഗ്ധ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ആനകളുടെ ആരോഗ്യ പരിപാലനം.
ഗജവീരന്മാരുടെ സംരക്ഷണത്തിനായി ആചരിക്കുന്ന ഈ ലോക ഗജദിനത്തിൽ കേരളത്തിൻ്റെ തലയെടുപ്പായ ആനപ്പെരുമയുടെ മഹിമയും ഏറുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വാണിയംകുളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ ഓട്ടിസം ബാധിതനായ ബാലനും അമ്മയ്ക്കും LED ബൾബ് നിർമ്മാണ യൂണിറ്റ് നൽകി. വാണിയംകുളം പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി അവരെ കണ്ടുപിടിക്കാൻ ഒട്ടേറെ പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. ബന്ധപ്പെട്ട സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖല വരുന്നുണ്ട്, ആരോഗ്യ മേഖലയിൽ വരുന്നുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തുന്നുണ്ട്. ആ രീതിയിലൊക്കെ തന്നെ ഇവിടെ ഭിന്നശേഷിക്കാരായ ആളുകളെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, സമൂഹത്തിനൊപ്പം അവരെ കൈപിടിച്ച് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായുള്ള പദ്ധതികൾ, പരിപാടികൾ എല്ലാം തന്നെ ആസൂത്രണം ചെയ്യേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തരംതിരിവില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എങ്കിലും നേരത്തെ മധു പറഞ്ഞ മാതിരി നമുക്ക് സൂക്ഷ്മമായി കാര്യങ്ങൾ അങ്ങനെ നിരീക്ഷിക്കുന്നു. ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ സുനിത BV പദ്ധതി വിശദീകരിച്ചു. കെ പ്രേംകുമാർ MLA, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സിന്ധു, പഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ, VP പ്രകാശൻ, IEEE കോർഡിനേറ്റർ കെ മധുകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പൂനെ തിലക് മഹാരാഷ്ട്ര സർവകലാശാല സംസ്കൃത ദിനത്തിൽ നൽകുന്ന ലോകമാന്യ തിലക് സംസ്കൃത പുരസ്കാരം പരുത്തിപ്ര സ്വദേശി റിട്ടയർഡ് പ്രൊഫസർ CM നീലകണ്ഠൻ ഏറ്റുവാങ്ങി. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗീതാഞ്ജലി പുരസ്കാരം കൈമാറി. 25,000 രൂപയും ലോകമാന്യ ബാലഗംഗാധര തിലകിൻ്റെ ശില്പം, പ്രശംസാപത്രം എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ M നീലകണ്ഠൻ സാഹിത്യ ഗവേഷണ പഠനരംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. ഷൊർണൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേള നടന്നു. മാനേജ്മെന്റ് പ്രതിനിധി KS ചന്ദ്രൻ മേള ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ വിനീത അധ്യക്ഷയായിരുന്നു. രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് സ്കൂൾ തല പ്രവൃത്തി പരിചയമേള സംഘടിപ്പിച്ചത്. LKG, UKG കുട്ടികൾക്ക് അനുയോജ്യമായ വിവിധ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങൾ ഒരുക്കി. സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി പ്രത്യേക ശില്പശാലയും സംഘടിപ്പിച്ചു. കുട്ടികളുടെ പഠനരീതികൾ, പ്രവർത്തനാധിഷ്ഠിത പഠനം, ഗൃഹാന്തരീക്ഷത്തിൽ ഗണിത പഠനത്തെ രസകരമാക്കാനുള്ള മാർഗങ്ങൾ എന്നിവ വിശദീകരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര മുണ്ടേക്കാവിൽ രാമായണ മാസാചരണ പരിപാടികൾ ഭക്തി നിർഭരം. ചൊവ്വാഴ്ച രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ മഹാഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവയുണ്ടായി. തുടർന്ന് ഉച്ചപൂജയും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി സുരേഷ് ഭദ്രദീപം കൊളുത്തി പൂജകൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രത്തിൽ നിത്യേന രാവിലെ 8 മുതൽ 9 വരെ രാമായണ പാരായണം നടത്തിവരുന്നുണ്ട്. ശ്യാംസുന്ദർ നഗരിപ്പുറമാണ് നേതൃത്വം നൽകുന്നത്. ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. 16-നാണ് രാമായണ പാരായണത്തിന് സമാപനമാവുക. അന്നേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പ്രഭാത ഭക്ഷണമുണ്ടാകുമെന്ന് മേൽശാന്തി സുരേഷ് അറിയിച്ചു. മോഹൻദാസ് വരദം, MA മോഹൻദാസ്, രാധാകൃഷ്ണൻ കല്ലിങ്ങൽ, സുരേഷ് ബാബു, അർജുനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർക്കിടക മാസത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി പാടിൻ്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, ശേഷം നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, തുടർന്ന് ഉച്ചപൂജ എന്നിവ ക്ഷേത്രത്തിൽ നടന്നു. കർക്കിടക മാസത്തിലെ രാമായണ മാസത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക പൂജകളാണ് ഇന്ന് ഇവിടെ ക്ഷേത്രത്തിലുണ്ടായത്. അതുപോലെ തന്നെ കർക്കിടക മാസത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്നു വരുന്ന രാമായണ പാരായണം കർക്കിടക മാസം 31 ഓഗസ്റ്റ് മാസം 16-ാം തീയതി രാവിലെ
7 മണിക്ക് തുടങ്ങി 9 മണിക്ക് സമ്പൂർണ്ണ രാമായണ പാരായണത്തോടുകൂടി പര്യവസാനിക്കുന്നതാണ്. തുടർന്ന് പ്രഭാത ഭക്ഷണവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം പുലാചിത്ര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൊട്ട് നടന്നു. കഴിഞ്ഞ ദിവസം മഹാഗണപതി ഹോമവും ഭഗവത് സേവയും ഉണ്ടായിരുന്നു. തന്ത്രി പ്രവീൺ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 15-ന് രാമായണ പാരായണ മത്സരവും രാമായണ കഥ ആസ്പദമാക്കി പുലാചിത്ര വനിതാവേദി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും ഉണ്ടാകും. KSKTU ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി VS അച്യുതാനന്ദനെ അനുസ്മരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം VK ചന്ദ്രൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം MIA റസാഖ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, K ഗംഗാധരൻ, C വിജയൻ, C ഗിരിജ, M സുബ്രഹ്മണ്യൻ, K രാധാകൃഷ്ണൻ, M സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളിലും എന്ന തോതിൽ തന്നെയാണ് ജനം ഒത്തുകൂടി നിന്നത്. VS-നോടൊപ്പം പാർട്ടിയിൽ കർഷകത്തൊഴിലാളി മൂവ്മെൻറ്റിൽ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും പാർട്ടിയുടെ നേതാവും സംഘടനയുടെ നേതാവും ഒക്കെ ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും പ്രസംഗങ്ങളും അദ്ദേഹം വന്ന് സംസാരിക്കുന്ന പ്രസംഗങ്ങളും എല്ലാം കേട്ടുകൊണ്ട് അത് മനസ്സിൽ കരുതിയ സുഹൃത്തുക്കളായിട്ടുള്ള ഒട്ടനവധി ആളുകൾ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതാണ്ട് VS-നേക്കാൾ അല്പം പ്രായം കുറഞ്ഞവരും ആയിട്ടുള്ള ആളുകളാണ് അവിടെ VS-നെ അവസാനമായി കാണാൻ വേണ്ടി വന്നത്. മാറ്റൊലി. സർവകലാശാലകളിൽ ഓഗസ്റ്റ് 14-ന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിർദ്ദേശവുമായി ഗവർണർ വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ അയച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഗവർണറുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അതേസമയം രാഷ്ട്രം വിഭജിക്കപ്പെട്ടതിൻ്റെ വേദനയുടെ ദിനമാണ് ഓഗസ്റ്റ് 14 എന്നും ഇത്തരമൊരു ദിനാചരണം അനിവാര്യമാണെന്നും ഗവർണർ പറയുന്നു. നിങ്ങൾ ഗവർണറോട് യോജിക്കുന്നുണ്ടോ? മാറ്റുലിയിലേക്ക്. ഗവർണറുടെ നടപടിയോട് നമുക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് വ്യക്തമായ ഒരു രാഷ്ട്രീയ അജണ്ടയോടുകൂടിയുള്ള പരിപാടിയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് പറഞ്ഞ് ഗവർണറുടെ സർക്കുലർ കണ്ടു. അതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. വിഭജനത്തിൻ്റെ ആവശ്യമില്ല. അതാണ് എൻ്റെ അഭിപ്രായം. ഇത് ഗവർണർ ഒരു അധികാര ദുർവിനിയോഗം നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. അദ്ദേഹം ഇത്തരം ഒരു പരിപാടി ഏറ്റെടുത്ത് നടത്താൻ സർവകലാശാലയോട് നിർദ്ദേശിക്കുന്ന കാര്യത്തോട് ഒരു തരത്തിലും വ്യക്തിപരമായിട്ട് യോജിക്കാൻ നടത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ സർവാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ റീ ഇലക്ഷൻ നടത്തണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. മണ്ഡലത്തിൽ 60,000-ഓളം വ്യാജ വോട്ടുകൾ. സുരേഷ് ഗോപിയുടെ മൗനം ദുരൂഹമെന്നും V ശിവൻകുട്ടി. ഇരട്ട വോട്ട് സംബന്ധിച്ച ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് സുരേഷ് ഗോപി തന്നെയെന്ന് മുൻ MP TN പ്രതാപൻ. സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും TN പ്രതാപൻ. തൃശൂർ കോർപ്പറേഷനിലെ പുതിയ വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടുകൾ വ്യാപകമാണെന്ന പരാതിയുമായി BJPയും രംഗത്ത്. സർവകലാശാലകളിൽ ഓഗസ്റ്റ് 14-ന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു. ഗവർണറുടെ നിലപാട് അപലപനീയം. ഭിന്നിപ്പുണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമം അംഗീകരിക്കാനാകില്ല. സർവകലാശാലകളിൽ താക്കോൽ സ്ഥാനങ്ങളിലുള്ള ഗവർണറുടെ കിങ്കരന്മാർ വിഭജന ദിനാചരണത്തിന് മുൻകൈയെടുത്തേക്കാമെന്നും മതേതര ജനാധിപത്യ ദേശീയവാദികൾ വിട്ടുനിൽക്കുമെന്നും മന്ത്രി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സായാഹ്ന OPക്ക് തുടക്കം. ഉച്ചയ്ക്ക് ശേഷം ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ അനുഭവപ്പെടാറുള്ള തിരക്കിന് പരിഹാരമാകും. സേവനം ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെ. സായാഹ്ന OP ആരംഭിച്ചത് ഒരു ഡോക്ടറെ കൂടി താൽക്കാലികമായി നിയമിച്ച്. കേരളത്തിൽ 58 റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിട്ടും കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അനാസ്ഥ തുടരുകയാണെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്.
ആവശ്യമുള്ള പ്രദേശത്തെല്ലാം മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തയ്യാറെന്നും പി.കെ. കൃഷ്ണദാസ്. വോട്ട് വിവാദം പരാജയപ്പെട്ടവന്റെ വിലാപം മാത്രമെന്നും പി.കെ. കൃഷ്ണദാസ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാഗ്പൂരിന്റെ തിട്ടൂരം കേരളത്തിൽ നടപ്പാവില്ലെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പട്ടികജാതി ക്ഷേമ സമിതി മാർച്ച്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിയമനാധികാരം സംസ്ഥാന സർക്കാരിന് നൽകണമെന്ന് മുഖ്യ ആവശ്യം. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ പാലക്കാട്ട് കോൺഗ്രസ് പ്രതിഷേധം. മോദി സർക്കാരിന്റേത് ഭരണകൂട ഭീകരതയെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് KSSPU. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിമർശനം. ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പെൻഷനേഴ്സ് യൂണിയൻ മാർച്ചും ധർണയും. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കർഷക മാർച്ച്. സമരം സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അപ്രായോഗിക നിർദ്ദേശങ്ങൾക്കെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവരായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്ത് ജില്ലാതല ചർച്ച. 14 ജില്ലകളിലും ഈ ആഴ്ച ജനകീയ ചർച്ചകൾ നടക്കും. അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് സംസ്ഥാന പാഠപുസ്തക സമിതിക്ക് സമർപ്പിക്കും. ഒറ്റപ്പാലത്ത് വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത് 100-ലേറെ പേർ. പൈങ്കുളത്ത് ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഒളിവിൽ പോയ പ്രതി മണിക്കൂറുകൾക്കകം ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ജാമ്യത്തിലിറങ്ങി ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച പീഡനക്കേസ് പ്രതി ബാലകൃഷ്ണൻ. പ്രതി ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ചത് ചൊവ്വാഴ്ച രാവിലെ. ഇന്ന് ലോക ഗജദിനം. ആനക്കാഴ്ചയുടെ തലയെടുപ്പുമായി ഗുരുവായൂർ കുന്നത്തൂർ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ആനത്തറവാട്ടിലുള്ളത് 36 ആനകൾ. ഗുരുവായൂരിലെ ആനകൾക്ക് ഇത് സുഖചികിത്സയുടെ കാലം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.